ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് പിന്നാലെ മോഹൻലാലിന്റെ വാർത്താ സമ്മേളനം ഉടനുണ്ടാകും. 10:30 കൊച്ചിയിലാണ് വാർത്താ സമ്മേളനം നടക്കുക. പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്നായിരുന്നു ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്തിയ ശേഷം മോഹൻലാലിന്റെ പ്രതികരണം. ആദ്യം അത് കാണാം. എന്താ പറയണ്ടേ, ഏറ്റവും വലിയ സന്തോഷം. ദൈവത്തിന് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി, രാജ്യത്തിന് നന്ദി, ആ ജൂറിക്ക് നന്ദി. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ അല്ലേ? അങ്ങനെ സംഭവിച്ചു. അതിന് ഒരുപാട് സന്തോഷം. അല്ല, ഇത്ര നാൾ 48 വർഷം ഞങ്ങളുടെ കൂടെ നടന്ന, എൻ്റെ കൂടെ നടന്ന എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു, ഓർക്കുന്നു. അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രേക്ഷകരോട്, എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട്, എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട്. തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് നൽകും. പുരസ്കാര നേട്ടത്തിൽ മോഹൻലാലിന് അഭിനന്ദനവുമായി നിരവധി പേരാണ് എത്തുന്നത്. ചില പ്രതികരണങ്ങൾ കാണാം. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനകരമായ ഏറ്റവും വലിയൊരു മുഹൂർത്തമായി ഞാനതിനെ കാണുകയാണ്. ആക്ഷൻ എന്ന് പറയുന്നൊരു കമാൻഡ് കേട്ട് കഴിഞ്ഞാൽ മറ്റൊരാളായി മാറുകയും ഒരു പരാകായ പ്രവേശം സംഭവിക്കുകയും ചെയ്യുകയും കട്ടിന് ശേഷം വീണ്ടും പഴയ അതേ മോഹൻലാലായി മാറുകയും ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ചകൾ അനവധി തവണ അടുത്ത് നിന്ന് കണ്ടു. നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തുള്ള ഒരു മലയാളിക്ക് ഈ ജന്മത്തിൽ മോഹൻലാലിനെ മറന്നിട്ടുള്ളൊരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചു. അത്രയധികം നമ്മൾ ഒരു നടനെ നമ്മളോട് ചേർത്ത് വെച്ചിട്ടുള്ള, നമ്മളുടെ തലച്ചോറിനോട്, നമ്മുടെ ഓർമ്മകളോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വിസ്മയം തീർത്തിട്ടുള്ളൊരു മഹാനടനാണ് ശ്രീ മോഹൻലാൽ. അപ്പോൾ എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ പുരസ്കാരം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഓരോ മലയാളിക്കും ലഭിച്ചതാണ്. ഇത് കൂടുതൽ ശക്തമായ സിനിമയെ ശക്തമാക്കാനായിട്ട്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൂടുതൽ ശക്തവും വളരെ അർത്ഥവത്തായിട്ടുള്ള രീതിയിലുള്ള സിനിമകൾ തുടർച്ചയായിട്ട് കൂടുതൽ ഉണ്ടാകുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ. ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നുന്ന നിമിഷമാണ്. സന്തോഷം, അത് ഒത്തിരി ഡിസേർവിംഗ് ആണ്. ആക്ച്വലി ഇത്രയും വലിയൊരു അവാർഡ് എന്ന് പറയുന്നത് തന്നെ, ഇതിലും ഡിസേർവിംഗ് ആയിട്ടുള്ള വേറൊരു നടൻ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി കൺഗ്രാറ്റ്സ്, താങ്ക് യു. YS അഭിനന്ദ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഓരോ മലയാളികളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷമാണിത്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഫാൽക്കെ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തുന്നത് നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട മോഹൻലാലിലൂടെയാണ് എന്നുള്ളത് ആ സന്തോഷം ഇരട്ടിയാക്കുന്നുണ്ട്. നേരത്തെ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിൽ എത്തിയ ഘട്ടത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് ഹ്രസ്വമായി സംസാരിച്ചിരുന്നു, അതിൻ്റെ സന്തോഷം പങ്കുവച്ചിരുന്നു. വിശദമായ വാർത്താ സമ്മേളനം 10:30 ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള ആഘോഷ പരിപാടികൾ, അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് YS അഭിനന്ദ്? അല്പസമയത്തിന് തന്നെ കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ മോഹൻലാലിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അല്പസമയത്തിന് തന്നെ അദ്ദേഹം അമ്മയുമായിട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുമായിട്ട് അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കിട്ടതിന് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക. ഈ 48 വർഷമായിട്ട് നിരവധി സഹപ്രവർത്തകരുടെ കൂടെയാണ് അദ്ദേഹം ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുമായിട്ടൊക്കെ തന്നെ ഈ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ തന്നെ ചെന്നൈയിൽ നിന്നും ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെത്തിയത്. ഇത് മലയാള സിനിമയ്ക്ക് പൂർണ്ണമായും നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മോഹൻലാൽ നൽകി. കാരണം ഈ 48 വർഷക്കാലം പ്രേക്ഷകർ മാത്രമാണ് തന്നെ പൂർണ്ണമായിട്ടും പിന്തുണച്ചത്. ആ പിന്തുണയുടെ പശ്ചാത്തലത്തിലാണ് തനിക്ക് ഇത്ര വലിയൊരു നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞുവെന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. ഇന്നലെ മുതൽ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ, സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മോഹൻലാലിന് ആശംസകൾ നേർന്നുകൊണ്ടെത്തി. അപ്പൊ എന്തായാലും ആരാധകരോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ള ഈ 48 വർഷക്കാലം കൂടെ നിന്ന് ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരിക്കും അല്പസമയത്തിന് തന്നെ ഇവിടെ ഉണ്ടാകുക. എന്തായാലും എല്ലാവരും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. മാധ്യമപ്രവർത്തകരെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം നേരെ പോയത് കൊച്ചി എളമക്കരയിലെ അമ്മയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്ന് അമ്മയുമായി സംസാരിച്ച് അമ്മയുമായിട്ട് കാര്യങ്ങളെല്ലാം സന്തോഷം പങ്കിട്ടതിന് ശേഷം, അനുഗ്രഹം വാങ്ങിയതിനു ശേഷമായിരിക്കും അദ്ദേഹം കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ എത്തുക. പിന്നീട് കേക്ക് മുറിച്ച് സഹപ്രവർത്തകരുമായി ആഘോഷിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇന്നലെ തന്നെ നമ്മളോട് സംവിധായകൻ സെബി മലയിൽ പ്രതികരിച്ചിരുന്നു, ബ്ലസ്സി പ്രതികരിച്ചു. അങ്ങനെ നിരവധി ആളുകളാണ് ഇത്തരത്തിലേക്ക് അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നത്. 2004 അടൂർ ഗോപാലകൃഷ്ണന് ശേഷമാണ് 20 വർഷത്തിനിപ്പുറം മലയാളത്തിന് ഇത്ര വലിയൊരു അംഗീകാരം നേടാനായത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.